തൃശൂരിനെ വിറപ്പിക്കാൻ പുലികൾ മടയിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. പുലിത്താളത്തിനൊത്ത് ചുവടുവയ്ക്കാൻ സ്വരാജ് റൗണ്ടിലേക്കുള്ള യാത്രയിലാണ് പുലിക്കൂട്ടങ്ങൾ. നിരവധി സർപ്രൈസുകളുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അരുണിലേക്ക് പോകുന്നു. അരുൺ, വലിയ ആവേശത്തിൽ തന്നെയാണ് പുലികൾ എല്ലാവരും സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് മത്സരത്തിന് മാറ്റുരയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇനി കാണാൻ കഴിയുക. കപ്പടിക്കും എന്നുള്ള ആവേശത്തിൽ തന്നെയാണ് കുട്ടിപ്പുലികളും പെൺപുലികളുമുണ്ട്. പെൺപുലി ഒരാൾ മാത്രമാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത്. എന്തായാലും ഈ 459 പുലികൾ, അതിൽ വലിയ പുലികൾ, വലിയ വയറുള്ള പുലികളൊക്കെ ആയിരിക്കുമല്ലോ മുഖ്യ ആകർഷണം. അങ്ങനെയുള്ള എത്ര പേരെ കാണാൻ സാധിച്ചു അരുണിന്? അരുൺ, എന്തായാലും ആ ഒരുക്കങ്ങൾ തത്സമയം പകർത്തുന്നതിനുള്ള തിരക്കിലാണ്. നമുക്ക് മിഥുനിലേക്ക് പോകാം. മിഥുൻ, നേരത്തെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് 9 സംഘങ്ങളാണ്. ഇവരെല്ലാവരും തന്നെ കപ്പടിക്കുന്നതിനുള്ള ആവേശത്തിലാണ്. അതിൽ അയ്യന്തോൾ കുട്ടൻകുളങ്ങര, സീതാറാം മിൽദേശം, ചക്കാമുക്ക് ദേശം, നായ്ക്കനാൽ പുലികളി സമാജം, ബിയൂർ യുവജന സംഘം, ശക്തൻകുളങ്ങര ദേശം, വെളിയന്നൂർ, പാട്ടുരായ്ക്കൽ എന്നിങ്ങനെ 9 പുലിമടകളാണല്ലോ. ഇവരെല്ലാവരും എത്ര സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് എന്തെല്ലാം സർപ്രൈസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തവണ പുലിക്കളിക്ക് തയ്യാറെടുക്കുന്നത്? ഫ്ലാഗ് ഓഫിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ മുൻപിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ്. ആവേശം അലതല്ലി നഗരമധ്യത്തിലേക്ക് പുലിയിറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള ടാബ്ലോയാണ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട എല്ലാ ആളുകളും വഴിയൊരുക്കണമെന്നുള്ളത് അറിയിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം എംഒ റോഡിലേക്ക് പുലിയിറങ്ങാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ, പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ MLA പി ബാലചന്ദ്രൻ, തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പണ്ഡെ ES തുടങ്ങി വിവിധ ആളുകൾ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പുലിക്കളി ആസ്വദിക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 9 ദേശങ്ങളിലായി അയ്യന്തോൾ ദേശം, കുട്ടൻകുളങ്ങര പുലിക്കളി സംഘം, സീതാറാം മിൽ ദേശം, ചക്കാമുക്ക് ദേശം, ഇവിടെ വണ്ടി പോകുന്നതിന് വേണ്ടി ഒരു ചെറിയ വഴി കൊടുക്കണമെന്നുള്ളത് അറിയിക്കുകയാണ്. മിഥുൻ അയ്യപ്പനിലേക്ക് പോകുന്നു. മിഥുൻ, ഫ്ലാഗ് ഓഫിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഘോഷയാത്രയായിട്ട് തന്നെയാണോ ആ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എന്താണ് അവിടെ നിന്നും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? ഇപ്പോഴിതാ അയ്യന്തോൾ ദേശം കൂടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിണി നേരത്തെ ചോദിച്ചല്ലോ, ഈ പുലിക്കളി സംഘങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർപ്രൈസുകൾ എന്താണെന്ന്. അത് പുലിമടകളെക്കാൾ ദുരൂഹമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒപ്പം നന്ദേട്ടൻ ചേരുകയാണ്. നമുക്ക് തൃശ്ശൂരിൻ്റെ നന്ദേട്ടൻ, നമുക്കറിയാം പൂരങ്ങളിൽ, തൃശ്ശൂർ പൂരത്തിലെല്ലാം നമ്മുടെ സ്ഥിര സാന്നിധ്യമാണ്. നന്ദേട്ടാ, നമ്മുടെ ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേശങ്ങളൊക്കെ നിരക്കുക എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ശങ്കരൻകുളങ്ങര ദേശം നിരന്നു കഴിഞ്ഞു, പുലികളും പ്ലോട്ടും നിരന്നു കഴിഞ്ഞു, അയ്യന്തോൾ ദേശം നിരക്കാൻ പോകുന്നു. എന്താണ് ഈ പുലിക്കളിയെ കുറിച്ച് പറയാനുള്ളത്? പുലിക്കളെ കുറിച്ച് ഇത്തവണ നടക്കുന്നത് തൃശ്ശൂര് ആഗോള അയ്യപ്പ വാഹന സംഗമം ആണ്. ആഗോള അയ്യപ്പ വാഹന സംഗമം. അയ്യപ്പന്റെ വാഹനം പുലിയാണല്ലോ. അപ്പോൾ പുലികളുടെ സംഘമാണ്. സാക്ഷാൽ അയ്യപ്പൻ്റെ അച്ഛൻ വടക്കുന്നാഥൻ്റെ മുമ്പിൽ ആഗോള അയ്യപ്പ വാഹനങ്ങൾ വന്നിട്ട് എന്നിങ്ങനെ നൃത്തം ചവിട്ടുന്ന സംഘമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ 9 ദേശങ്ങളുണ്ട്. ഈ 9 ദേശങ്ങളിൽ നിന്നും പുലികൾ വരികയും ഇപ്പോൾ വെളിയന്നൂർ ദേശത്തിൻ്റെ പുലിക്കളി അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തോടെ ഫംഗ്ഷൻ്റെ ഔപചാരികമായ തുടക്കമായതുകൊണ്ട് പുലിക്കളിയുടെ ഇനി അതിങ്ങനെ വികസിച്ച് നടക്കുമ്പോഴേക്കും നഗരം മുഴുവൻ മനുഷ്യൻ മതിലുകൊണ്ട് നിറയും. അത് അങ്ങനെ പുലിക്കളി എരമ്പും. അതന്നെ അയ്യപ്പ വാഹനത്തിൻ്റെ എരമ്പലും മൊരളൽ ഇന്നലെ തുടങ്ങിയ എരമ്പലാണ്. ഞാനേ തൃശ്ശൂർക്കാരൻ തന്നെയാണ്, ഞാനും ഗുരുവായൂരാരനാണ്. പക്ഷേ മറ്റുള്ള നാടിനൊക്കെ വള്ളംകളി, തിരുവാതിരക്കളി ഒക്കെ നടക്കുമ്പോൾ
തൃശ്ശൂരുകാരുടെ ഓണാഘോഷം ഇച്ചിരി വൈൽഡാന്ന് തോന്നുന്നു. പുലി, കുമ്മാട്ടി, അങ്ങനെ ശിവന്റെ ഭൂതഗണങ്ങൾ ഇറങ്ങുന്നു, പുലികൾ ഇറങ്ങുന്നു. തൃശ്ശൂർകാർ ഇത്രയും വൈൽഡാണോ? വൈൽഡാണല്ലോ, പൂരത്തിനും വൈൽഡാണല്ലോ. പൂരത്തിന് പാണ്ഡ്യയുടെ പ്രധാന രൗദ്രതാള. അപ്പൊ പുലിക്കളി രൗദ്രാണ്. അപ്പൊ ജീവിതത്തിൽ രുദ്രൻ വരാ ശിവൻ. ശിവന്റെ നഗരല്ലേ തൃശ്ശൂർ. തൃശിവൻ 3 ശിവനെ 3 രുദ്രനെ. അപ്പൊ രൗദ്ര അങ്ങനെ രൗദ്രച്ച അഭിനയത്തിലുള്ളത്. ജീവിതത്തിൽ ഭയങ്കര സൗമ്യ. കളിയിൽ മാത്രമേ രൗദ്രമുള്ളൂ. ജീവിതത്തിൽ വളരെ സൗമ്യമാണ്. മത്സരങ്ങൾ ഉണ്ടെങ്കിൽ സൗഹൃദ മത്സരമേ ഉള്ളൂ. അങ്ങനത്തെ രൗദ്രേ ഉള്ളൂ. അതെ, സഹിക്കാവുന്ന രുദ്രാക്ഷം. രുദ്രാക്ഷമാണ്. രുദ്രാക്ഷം രൗദ്രമുള്ള അക്ഷം. അതന്നെ. ആ, ഈ പുലികൾ ഇങ്ങനെ ഈ വടക്കുന്നാഥ ക്ഷേത്രം, ഈ തേക്കിൻകാടൊക്കെ അക്ഷരാർത്ഥത്തിൽ ഒരു പക്ഷേ തേക്കുകൾ നിറഞ്ഞ ആടിപ്പോ ഒരു പുലിക്കാടാവാണെന്നൊരു വാസ്തവത്തിലേ ഇത് ശരിക്കും നടക്കുന്നത് ഇത് മണ്ണിൽ ആടി മണ്ണെണ്ണയിൽ ആറാടുന്നതാണ് ഈ പുലിക്കളി. മണ്ണിലാണ് ആടുക. പക്ഷേ മണ്ണിൽ വേഷം കെട്ടിയ പുലികൾ മണ്ണിലാടുമ്പോൾ വലിയ പുലികൾ പിന്നിൽ VIP ഇരുന്ന് കാണും. പുലികൾ സാധാരണ പുലികൾ ഇവിടെ മണ്ണിലും VIP പുലികൾ ഇവിടെ മാനത്തുമാണ്. അപ്പോൾ ഇത് മണ്ണിൽ ആറാടി മണ്ണെണ്ണയിലാണ്. ഇത് കഴിഞ്ഞാൽ പുലികളുടെ മേത്തുള്ള ഈ മേക്കപ്പ് തേച്ച് കളയാൻ വേണ്ടി എന്ത് വേണം? മണ്ണെണ്ണ വേണം. സാധാരണ ഉത്സവം കഴിഞ്ഞാൽ വെള്ളത്തിലാറാട്ടെ, ഇവിടെ ഉത്സവം കഴിഞ്ഞാൽ മണ്ണെണ്ണയിലാറാട്ടെ. മണ്ണിലാടുക, മണ്ണെണ്ണയിലാറാടുക. അതന്നെ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള നമ്മുടെ എല്ലാം തൃശ്ശൂർക്കാരുടെ ഒരു ആശങ്കയായിരുന്നു പുലിക്കളി സംഘങ്ങൾ ഇങ്ങനെ എണ്ണം കുറഞ്ഞ് 5 വരെ എത്തി. എന്ന് പറയുമ്പോഴേക്കും സ്വരാജ് റൗണ്ടിലെ പുലിക്കളി അവസാനിക്കുന്ന നിലയിലെത്തിയിരുന്നു. പക്ഷെ ഇത്തവണ 9 ഉയർന്നിരിക്കുന്നു. വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. 9 ഉയർന്നു, വലിയ പ്രതീക്ഷ തന്നെയാണ്. 9 കാരണം 10 പൂരങ്ങളാണ് തൃശ്ശൂർ പൂരത്തിന്. പൂര രാവണൻ 10 തലയാ. പുലിക്കളിക്ക് തവണ 9 ഗ്രഹ. അപ്പൊ ഈ 9 ഗ്രഹങ്ങളെ കൂടെ ഉജ്ജ്വലിക്കുമ്പോൾ പുലിക്കളി എന്താവും? ഗംഭീരവും. അതന്നെ. ഒരു വലിയ ഗാലക്സി തന്നെയാണ് ഇവിടെ. ഗാലക്സി. കാരണം ഈ ഓൺലൈനിലാണ് പുലിക്കളി. പണ്ട് പുലിക്ക് ഓൺലൈനാ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ വരച്ച വര. അപ്പൊ മേല് മനുഷ്യന്റെ മെയ്യില് പുലികളുടെ വരയുണ്ടാവില്ല. ഈ വരച്ച വരയില ശരിയായാലും നന്നായാലും എന്ത് നന്നാവുള്ളൂ? പുലിക്കളി നന്നാവുള്ളൂ. ഓൺലൈൻ നന്നായ പുലിക്കളി നന്നായി. തലവരയല്ല, പുലിവര നന്നാവണം. അതന്നെ. ഈ പണ്ടൊക്കെ നമുക്കറിയാം ചാത്തുണ്ണിയാശാൻ വളരെ മെലിഞ്ഞ ഒരാളാണ്. പഴയ കാലത്തെ മെലിഞ്ഞ എലുമ്പൻ പുലികളുടെ ഒരു പ്രതാപമായിരുന്നു ചാത്തുണ്ണിയാശാൻ. ഇപ്പോൾ എലുമ്പൻ പുലികൾ വളരെ കുറവാണ്. കൂടുതലും ഈ വയറെല്ലാം ഉള്ള പുലികളാണ്. ഒരു പക്ഷേ കുറച്ച് പണിയെടുക്കാനും നല്ലതാണല്ലേ ആ വയറുമേലൊക്കെ പുലി. വയറാണ് ശരിക്കും വയറിളക്കാണ് പുലിക്കളി. വയറിട്ട് ഇളക്കും. പിന്നെ പുരുഷന്റെ മുലക്കണ്ണ് പുലിക്കണ്ണ്. വയറുമ്പോ പുലിയുടെ മുഖം വരയ്ക്കുമ്പോൾ കണ്ണ് ഈ മുലമല വരിക. അപ്പൊ പുരുഷന്റെ മുലക്കണ്ണ് പുലിക്കണ്ണായി മാറുകയും അങ്ങനെ വയറിട്ട് ഇളക്കുന്ന ഒരു കലാരൂപമായിട്ട്, അതായത് അതിന്റെ ശ്വാസത്തിന്റെ കൺട്രോൾ കൊണ്ട് ഇവിടെ ഇതൊക്കെ ഇളക്കും. അങ്ങനെ പുലിയുടെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുന്നത് മനുഷ്യന്റെ മെയ്യഞ്ചാണ്. മെയ്യഴകാണ്. മെയ്യെഴുത്ത് നടത്തി മെയ്യിന്റെ അഴക് കൂട്ടി മനുഷ്യനെ എന്താക്കാണ്? നരനെ എന്താക്കാണ്? അരിയൊക്കെയാണ്. ഈ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇവര് പുലി കളിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണെന്നും അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്നും തോന്നിപ്പോകും. അങ്ങനെ തോന്നിപ്പോകും. അതായത് ഇതിനോടൊരു ആവേശം, ഒരു എമ്പതി വരുമല്ലോ. അങ്ങനെ മനുഷ്യൻ നാഗവല്ലി വ്യക്തിത്വം ആരാണ് നാഗവല്ലിയായി മാറുക? ഗംഗയുടെ വ്യക്തിത്വം നാഗവല്ലിയായി മാറണം. പോലെ സാധാരണ നരന്റെ വ്യക്തിത്വം പുലിവല്ലിയായി മാറും, പുലിവലായി മാറും. അങ്ങനെ പുലിവല്ലിയായി മാറിയിട്ട് പുലിയുടെ വല്ലിഞ്ച ഇങ്ങനെ ഓരോ വര വരച്ചിട്ട് കളിക്കുന്ന കളിയത് ശരിക്ക് ഒരുതരം സ്ട്രീറ്റ് പ്ലേ ആണ്. തെരുവിന്റെ ശരിക്കും മെയ്ക്കരുത്ത് കാണിക്കുന്നതാണ്. എന്ത് മെയ്യിന്റെ പ്രകടനമാണ് ഇത്. ഈ പുലിക്കളി. എന്തായാലും വളരെ നന്ദി അന്തേട്ടാ. നമുക്കിപ്പോൾ മറ്റു മാധ്യമങ്ങൾ കൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പുലിക്കളിയുടെ വളരെ മനോഹരമായാണ് അദ്ദേഹം പുലിക്കളിയെ വരച്ചിട്ടത്, പറഞ്ഞിട്ടത്. അതിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചു. അത്തരത്തിൽ തന്നെയാണ് ഒരു എങ്ങനെയാണ് ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന് ഈ ശക്തന്റെ തട്ടകം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് 360 ഡിഗ്രിയിലേക്ക് ഈ നഗരം ഇങ്ങനെ പരന്നൊഴുകുമ്പോൾ അതിനെ സാംസ്കാരിക തലസ്ഥാനം എന്ന് എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പൂരം എന്ന തൃശ്ശൂരിൽ പുലിയിറങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രം.